പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിൽ ഒരു നീക്കം അൻവർ നടത്തുമെന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പല സമയങ്ങളിലായി അൻവറിനോട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അൻവറും ഏതാണ്ട് ആ കാര്യത്തിലേക്ക് വഴങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ. പക്ഷേ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പിറ്റേന്ന് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോടാണ് ഈ വിവരം ആദ്യമായി തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അസംതൃപ്തിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളും ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഈ മുന്നോട്ട് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്ന് വന്ന പിന്നീടുള്ള ചർച്ചകളെല്ലാം തന്നെ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് നേരത്തെ UDF-ന്റെ നേതാക്കൾക്ക് അൻവർ കൊടുത്തിരിക്കുന്ന വാക്കിൽ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൂടിയാണ്. അതിനുശേഷം KPCC-യുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ യോഗം ചേരുകയും ആ യോഗത്തിനകത്ത് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനം ഇതാണ്: അൻവറിന്റെ നിർബന്ധത്തിനോ നിർദ്ദേശങ്ങൾക്കോ വഴങ്ങേണ്ടതില്ല. അൻവർ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും ആ സമ്മർദ്ദം അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നതായിരുന്നു അതിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ഈ തീരുമാനമാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായത്. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് തന്നെ പ്രഥമ പരിഗണനയിലേക്ക് വരികയും ആ പേര് അധികം വൈകാതെ തന്നെ AICC-ക്ക് അയച്ചു കൊടുക്കുകയും വൈകിട്ട് 8 മണിക്കുള്ളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോഴും അല്ലെങ്കിൽ അതിനു മുൻപ് ഇത് ചർച്ചകളിൽ നിറയുമ്പോഴും ജോയി ആകട്ടെ ആര്യാടൻ ഷൗക്കത്ത് ആകട്ടെ ഇവർ കൃത്യമായി ഞങ്ങൾ മത്സരിക്കണമെന്നൊരു സൂചനകളൊന്നും പ്രത്യക്ഷത്തിൽ നൽകാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്നും അങ്ങനെ ഇന്നയാളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അൻവറാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജോയിയുടെ പേര് പറയുന്നത്. പക്ഷെ പിന്നീട് നിലപാട് മാറ്റുന്നു. അവസാനം നിരുപാധിക ഇന്നലെ കേട്ടതാണ്, ഏത് ചെകുത്താൻ മത്സരിച്ചാലും UDF ജയിക്കും എന്നാണ് അൻവർ പറഞ്ഞത്. പിന്നീടാണ് അൻവർ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വരണമെന്ന ഒരു നിലപാടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അൻവർ UDF-നെ ഒന്നൊരു ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു എന്ന നിലയ്ക്കാണോ UDF നേതൃത്വം ഇതിനെ കാണുന്നത്? തീർച്ചയായും അതെ. ഇതൊരു സമ്മർദ്ദ തന്ത്രമായി ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ, ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ അൻവർ എന്ന PV അൻവർ എന്ന ഒരു കണ്ണിങ് ആയ ഒരു രാഷ്ട്രീയ നേതാവിനെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത്. അതായത് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ വിഷയം സത്യത്തിൽ രണ്ടു പേര് തന്നെയായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയുമായിരുന്നു. VS ജോയിയോടും ഇതേ രീതിയിൽ നേതൃത്വം എല്ലാം തന്നെ സംസാരിക്കുകയും അങ്ങനെ VS ജോയി ഇതിൽ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന ഡിമാൻഡിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റ് തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ അർഹമായ പദവികൾ നൽകാം എന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ VS ജോയി ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് തന്നെ പൂർണ്ണമായും സ്ഥാനാർത്ഥിത്വം വരുന്നു എന്ന് കണ്ടതോടുകൂടിയാണ് PV അൻവർ പുതിയൊരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ പ്രാതിനിധ്യം വേണം. അതിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ള പലരും തന്നെ സമീപിച്ചിട്ടുണ്ട്, ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ PV അൻവർ പലരോടും രഹസ്യമായും പരസ്യമായും ഒക്കെ പറയുകയും ചെയ്തു.